ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഏറെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, വിശ്വാസികളുടെ സമൂഹമേ, ഈ വർഷത്തെ കാരീസ് ഭവൻ കൺവെൻഷൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇന്ന്. അനേകം ദൈവമക്കൾ വന്ന് തിരുവചനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനേകം സൽഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരിടമാണ് ഈ കാരീസ് ഭവൻ എന്ന് പറയുന്ന സ്ഥലം. അനേകം പേർക്ക് ജന്മം നൽകാനായിട്ട്, ആത്മീയമായി ജന്മം നൽകാൻ ഈ സ്ഥലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പവിത്രമായ ഒരിടമാണ്. അതിനുവേണ്ടി ജീവിത ബലി അർപ്പിച്ചിട്ടുള്ള അനേകം പേര് ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെയുണ്ട്. അനേകം വൈദികരുടെയും കന്യാസ്ത്രീമാരുടെയും ഒക്കെ ജീവിതവും ജീവനുമൊക്കെ ഒരു ബലിയായി ദൈവം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് സത്യത്തിൽ ഓരോ ശുശ്രൂഷകളും അഭിഷേകമുള്ള ശുശ്രൂഷകളായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ദൈവവചനം സ്വീകരിച്ചു പോകുമ്പോൾ അത് ഒരു ബലിയുടെ പൂർത്തീകരണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, അച്ഛൻ ഓർമ്മിപ്പിച്ചതാണ്, എങ്ങനെയാണ് അഭിഷേകത്തിൽ നമുക്ക് വളരാൻ പറ്റുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിഷേകത്തോടു കൂടിയാണോ ചെയ്യുന്നത്, അഭിഷേകം ഇല്ലാതെയാണോ ചെയ്യുന്നത്? എല്ലാവർക്കും ഇതൊരു വലിയ സംശയമാണ്. ഒരു വിവാഹം നടക്കുന്നു, അഭിഷേകമുള്ള വിവാഹമായിരുന്നോ അഭിഷേകം ഇല്ലാത്ത വിവാഹമായിരുന്നു? അഭിഷേകത്തോടുകൂടി കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലൊരു കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ അഭിഷേകമുള്ള ഒരു അച്ഛനെയും കൂടെ കൊണ്ടുവരാൻ നോക്കും. കാരണം ധ്യാനഗുരുക്കന്മാരാരെങ്കിലും കെട്ടിക്കാവുന്ന നോക്കും. ബിഷപ്പിനെയൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നല്ല കൊള്ളാവുന്ന അഭിഷേകമുള്ള അച്ഛന്മാരെ കൊണ്ട് നോക്കും. അഭിഷേകമുള്ള അച്ഛൻ്റെ അടുക്ക പോയി കുമ്പസാരിക്കാനും ശ്രമിക്കാറുണ്ട്. അഭിഷേകമുള്ള ആളുകളെ തേടി എത്ര കിലോമീറ്റർ പോകാനും കേരളത്തിലെ ക്രൈസ്തവരായ ആളുകൾക്ക് യാതൊരു മടിയില്ല. കാരണം എന്താണ്? അത്രമാത്രം അഭിഷേകത്തെ അഥവാ കൃപയെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ആളുകളെല്ലാം. കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ നിന്ന് ഒരു ആൻറ്റി, ഒരു 50 വയസ്സുണ്ട്, പുള്ളിക്കാരത്തി ഇവിടെ തൂത്തുട്ടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഒന്നും മാറുന്നില്ല, കുറച്ചൊക്കെ ധ്യാനമൊക്കെ കൂടിയപ്പോൾ മാറി. അപ്പോൾ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല, ഒരു ശാശ്വതമായ പരിഹാരമില്ല, അതുകൊണ്ട് എനിക്ക് സമാധാനമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപയുള്ളവർക്കാണ് സമാധാനം. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അപ്പം ഞാൻ മിക്കവാറും എല്ലാ ധ്യാനങ്ങളും കൂടി. എന്നാൽ ഈ ധ്യാനം കൂടുന്ന 2 ആഴ്ചത്തേന് നല്ല കൃപയാണ്. ഈ 2 ആഴ്ച കഴിയുമ്പോഴത്തേനും പതുക്കെ ഇത് ചോർന്ന് പോകും. ഇപ്പൊ ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോയാൽ 2 ആഴ്ച കിട്ടും, ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോയാൽ 3 ആഴ്ച വരെയൊക്കെ കിട്ടും. അട്ടപ്പാടിയിലൊക്കെ ആണെങ്കിൽ ഒരു 4 ആഴ്ച വരെയൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് കൃപ നിൽക്കുന്നില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ കേട്ടത്, ഇങ്ങനെ ഒരു പിതാവ് ധ്യാനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പിതാവിൻ്റെ ധ്യാനത്തിന് എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒരു 3 മാസമൊക്കെ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ 4 ധ്യാനം കൂടിയാൽ പോരെ? എത്ര കാലത്തെ വാലിഡിറ്റി ഉണ്ട് നമുക്ക് ഈ ധ്യാനത്തിൽ കൂടെ കിട്ടുന്ന കൃപയ്ക്ക്? പിന്നെ ഞാൻ കേട്ട് ഇങ്ങനെ പിതാവ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രശ്നവും മാറും. അപ്പം ഞാൻ പറഞ്ഞു, അതാരാ പറഞ്ഞത്?
അങ്ങനെ ഒരു സാധ്യത എനിക്കുണ്ടായിരുന്നെന്ന് നിങ്ങൾ എന്നോട് നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒന്ന് പരിഹരിച്ചെടുത്ത്. എന്തായാലും ഞാൻ പറഞ്ഞു, ഇനി ഇവിടം വരെ വരണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വരണ്ട, നിങ്ങൾക്ക് ആ അട്ടപ്പാടിയിൽ ധ്യാനം ഞാൻ അങ്ങോട്ട് പോകാനായിട്ടിരിക്കുകയാണ്, രണ്ട് ധ്യാനമൊക്കെ കൂടാനായിട്ട്, അതുകൊണ്ട് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ സ്ത്രീയെ പറഞ്ഞു വിട്ടു. അപ്പോൾ പ്രിയമുള്ളവർ, ഇന്ന് പലരുടെയും ഒരു പ്രതിസന്ധി ഇതാണ്, ഈ ദൈവകൃപ നമ്മളിലുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ബിസിനസ്സും ജോലിയും വിവാഹവും പ്രാർത്ഥനയും ഒക്കെ അഭിഷേകത്തോടു കൂടിയാണ് നടക്കുന്നത്, അതോ ഇതൊന്നും അഭിഷേകം ഇല്ലാതെയാണ് നടക്കുന്നത്? ഈ ചിന്ത പലരെയും കണ്ടമാനം ഭാരപ്പെടുത്തുന്നുണ്ട്. 2000 വർഷമായിട്ട് നമ്മളിങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതിനൊക്കെ വലിയ റിസൾട്ട് കിട്ടി, ചിലതിനൊന്നും കാര്യമായ റിസൾട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം, കർത്താവേ, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ദൈവത്തിന് സ്വീകാര്യമാകുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ എപ്പോഴും തിരയുന്നത് എവിടെയാണ്? ബൈബിളിൽ ഇതിന് അനുബന്ധമായ എന്തെങ്കിലും സംഭവം കാണും. ആ സംഭവം എടുത്ത് താരതമ്യം ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുന്നതിലാണ് ധ്യാനത്തിൻ്റെ വിജയം. അത് സ്വീകരിക്കാൻ സാധിക്കുന്നതിലാണ് ധ്യാനം കൂടുന്നതിൻ്റെ വിജയം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന, പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും സ്വീകാര്യമായി തീരുന്നുണ്ടോ, ദൈവത്തിന് പ്രസാദകരമായി തീരുന്നുണ്ടോ? ഞാൻ 2 പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 2 പേരും, പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒരാൾ പിഴയും ഒരാൾ നല്ലതുമാണെന്നല്ല. വേദപുസ്തകത്തിലുള്ളവരെല്ലാം നല്ലവരാണ്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഏതെങ്കിലും തരത്തിൽ നല്ലവരാണ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന 2 പേര്, ഒന്ന് കായൻ, മറ്റൊന്ന് അതും അറിയാൻ മേലെ ഹാബേൽ. ഒന്ന് കായൻ, മറ്റൊന്ന് ഹാബേൽ. ഇവരെ കുറിച്ച് മനോഹരമായ രീതിയിൽ വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പ്രിയമുള്ളവരെ, കായൻ, ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനാണ്. അപ്പോൾ ഒന്ന് നോൺ വെജാണ്, ഒന്ന് വെജാണ്. ഒന്ന് വെജിറ്റേറിയനും ഒന്ന് നോൺ വെജിറ്റേറിയനുമാണ്. ഇനി എന്താണ് സംഭവം? കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ചവെച്ചു. അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ധ്യാനമൊക്കെ കൂടി പടവലങ്ങ, പാവയ്ക്ക, മുരിങ്ങക്കോല്, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും നീളം കൂടിയത് നോക്കി ഈ കായൻ എന്ന് പറയുന്ന ആള് ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. ഈ മനുഷ്യന്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ കായൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്കൊരു മുൻവിധിയാ. എന്താണ്? ഇയാൾ കൊള്ളുകയില്ല, സഹോദരനെ കൊന്നവനാണ്, ഇയാൾ ശരിയല്ല, ഇങ്ങനത്തെ ചിന്താഗതിയാണ്. നമ്മുടെ ഈ മുൻവിധി കാരണം പല ആളുകൾക്കും ദൈവവചനം സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം ആദ്യം കേട്ടതിന് മുൻവിധി കിടക്കുകയാണ്. കായൻ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? നമ്മളെ പോലെ തന്നെ പള്ളി പോകുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ ഒരുത്തൻ കൊള്ളാവുന്നവനാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകൾക്ക് ഒരു കല്യാണം ആലോചിക്കുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് എന്താ? പള്ളി പോകും, കൂദാശ സ്വീകരിക്കുമോ, ദൈവത്തെക്കുറിച്ച് ചിന്തയുള്ളവനാണോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ കായന്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ, അയാള് ദൈവത്തെക്കുറിച്ച് ചിന്തയുള്ള ആളാണ്. ഇപ്പം നമ്മളെ പോലെ തന്നെ ദൈവത്തെക്കുറിച്ച് നല്ലൊരു ചിന്തയുള്ള ആളാണ് കായൻ. അയാള് പള്ളി പോകും എന്ന് മാത്രമല്ല, പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മളിനി ഞങ്ങൾ അച്ഛന്മാരും ബിഷപ്പുമാരും, പ്രിയമുള്ളവരെ, ഒരാൾ നല്ലതാണോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പം ഞാനിപ്പോൾ ഇന്ന് രാത്രിയിൽ സ്വിറ്റ്സർലൻഡിൽ പോവുക. സ്വിറ്റ്സർലൻഡിലെ ആളുകൾ നല്ലതാണോ മോശമാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അപ്പോൾ നമ്മളൊക്കെ ചെന്ന് കഴിയുമ്പോൾ വീട്ടിലൊക്കെ സ്വീകരിക്കുന്നു, നല്ല ഭക്ഷണമൊക്കെ തരുന്നു. പിന്നെന്താണ്, ധ്യാന കേന്ദ്രത്തിനോ ഡയസിസിനോ ഡൊണേഷനൊക്കെ തരികയാണ്. നല്ലൊരു പയ്യനുണ്ട് കേട്ടോ സ്വിറ്റ്സർലൻഡിൽ. അപ്പോൾ കൊടുക്കുന്നതാണ് നല്ലതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത, അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും നോട്ടത്തിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ. കാരണം എന്താണ്? അയാളുടെ കൃഷിയിൽ നിന്ന് അയാൾ കൃത്യമായിട്ട് ഒരു ഭാഗം മാറ്റിയെടുത്തിട്ട് ദൈവത്തിന് കൊടുത്തു. അപ്പോൾ ദൈവഭയമുള്ളവനാണ്, ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, പള്ളി പോകുന്ന ആളാണ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും അവനുണ്ട്. അച്ഛന്മാർക്കും ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ ആളുകൾക്കും താല്പര്യമുള്ള ആളാണ്.
ഇങ്ങനത്തെ ആളാണ് കായൻ. അയാൾ ഒരു ബലി അർപ്പിച്ച്. അപ്പൊ കുർബാനയ്ക്കും പോകുന്ന ആളാണ്. കുർബാനയ്ക്ക് പോയി കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ പുള്ളി ബലി അർപ്പിക്കാൻ പോയി. അല്ലെങ്കിൽ കൊടുത്തു വിടത്തേ ഉണ്ടായിരുന്നുള്ളൂ. എടി നീ അതങ്ങോട്ട് കൊടുത്തേര് പള്ളിയിൽ, അവരെന്താണെന്ന് ഉപയോഗിക്കട്ടെ. അങ്ങനല്ല, ഇയാൾ കൃത്യമായിട്ട് പള്ളിയിൽ പോയി ഒരു ബലിപീഠമൊക്കെ ഉണ്ടാക്കി എന്താണ് ഈ ബലി വസ്തു ദൈവത്തിന് അർപ്പിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പ്രിയമുള്ളവരെ ഓൺലൈനിൽ കൂടിയാണെങ്കിൽ ഓൺലൈനിൽ കൂടെ, അല്ലാതെ എങ്കിൽ അല്ലാതെ, നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ആണ്ടിലൊരു ധ്യാനം കൃത്യമായിട്ട് ബുക്ക് ചെയ്യും. എന്ന് മാത്രമല്ല ഒരാഴ്ചത്തെ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി കൃത്യമായി ധ്യാനകേന്ദ്രത്തിൽ പോകും. ധ്യാനകേന്ദ്രത്തിൽ ചെന്നാൽ ആ കാർഡ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരക്ഷരവും ആരോടും മണ്ടത്തില്ല. ഇങ്ങനത്തെ ധ്യാനം കൂടുന്നവരെ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ധ്യാനം കൂടുന്ന ആളുകളെ കാണുമ്പോൾ ധ്യാന ഗുരുക്കന്മാർക്ക് സന്തോഷമാണ്. പ്രിയമുള്ളവർ, മിണ്ടാതെ നടക്കുന്ന പിള്ളേര് അല്ലെ മിണ്ടാതെ നടക്കുന്ന ആളുകൾ അവർ കണ്ടോ അച്ചടക്കത്തോടെയാണ് കേട്ടോ. ഞാനൊരു 3-4 പേരെ ശ്രദ്ധിച്ച് അവർ വളരെ അച്ചടക്കത്തോടെ ധ്യാനം കൂടും. ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്നോട് ചില അച്ഛന്മാർ ധ്യാനം നടക്കുന്ന സമയത്ത് വന്ന് പറയുന്ന കേൾക്കാം. ചില അമ്മച്ചിമാരെ കുറിച്ച് പറയും, എപ്പോഴും വർത്താനം. ഏറ്റവും ധ്യാന കേന്ദ്രത്തിൽ വന്ന മോശം ആരാന്നറിയോ? ഉറങ്ങുന്നവർ. പ്രിയമുള്ളവർ, ഈ ഉറങ്ങുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഈ അച്ഛന്മാർക്ക് കലിയ. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങണം എന്നുള്ളത്. 2 ഗുണമാണ്. പ്രിയമുള്ള ഈ ഉറങ്ങുക എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയോ? സമാധാനമുള്ള ഒരാൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അപ്പം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരാൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അയാൾക്ക് നമ്മുടെ പ്രസംഗം വഴി വളരെയധികം സമാധാനം, നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അവർ ഉറങ്ങുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പ്രിയമുള്ളവർ, ഇനിയും കാര്യസ്ഭവനിൽ ഒരു പ്രസംഗത്തിനൂടെ വിളിച്ചാലും എന്ത് ചെയ്യും? ഇത് തന്നെ പ്രസംഗിച്ചാൽ മതി. അടുത്തൊരു പ്രസംഗം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സത്യത്തിൽ കൺവെൻഷൻ പ്രസംഗങ്ങൾ, ധ്യാന പ്രസംഗങ്ങൾക്കും ഉറങ്ങുന്നവരെ കാണുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നിങ്ങളിനി ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഉണർത്തരുത് ആരും. അവർ സമാധാനമായിട്ട് അവിടെ ഇരിക്കട്ടെ. എന്നെ കൊണ്ടൊക്കെ 1-2 പേരെ ഉറക്കാൻ സാധിച്ചാൽ അത്രയായില്ലേ. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഉറങ്ങുന്നവരോടൊക്കെ എല്ലാവർക്കും താല്പര്യമില്ല, മിണ്ടാതിരിക്കുന്നവരോട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഹൈറേഞ്ചിൽ അച്ഛനായിരിക്കുന്ന കാലത്ത് ഒരു ധ്യാനം നടത്തി. അപ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യൻ ധ്യാനം കൂടാനായിട്ട് വന്നു. ഞാൻ അനൗൺസ് ചെയ്തു, ഇന്ന് മുതൽ, അന്ന് ഈ താമസിക്കാൻ സൗകര്യമില്ല, വീടുകളിൽ താമസിപ്പിക്കുക, ഹൈറേഞ്ച് വെച്ച്. ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ ഈ ധ്യാനം തുടങ്ങുന്ന അന്ന് മുതൽ ശനിയാഴ്ച വരെ ഒരാളും മിണ്ടാൻ പാടില്ല. എൻ്റെ കൂടെയുള്ള പയ്യൻ, അച്ഛനാകാനായിട്ടുള്ള പയ്യൻ, ഇപ്പോൾ തൂത്തുട്ടി ചാപ്പലിൻ്റെ വികാരിയാണ് അച്ഛൻ. നല്ല പയ്യൻ, മുഖത്ത് നല്ല തേജസ്സുള്ള പയ്യൻ. പ്രിയമുള്ളവരെ, എന്തായാലും ഇവനെല്ലാം പറഞ്ഞാൽ അനുസരിക്കും. അന്ന് വൈകുന്നേരം ധ്യാനം കഴിഞ്ഞ് ഇവൻ ചെന്നത് പള്ളിയിലെ ട്രസ്റ്റിയുടെ വീട്ടിലാണ്. ട്രസ്റ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, മോൻ്റെ പേരെന്താ? വീട് എവിടെയാ? പിറ്റേ ദിവസം ട്രസ്റ്റി എന്നെ കണ്ട പറഞ്ഞു, നല്ലൊരു പയ്യനായിരുന്നു, പക്ഷെ പൊട്ടനായിപ്പോയി, ധ്യാനം കൂടാൻ വന്നതാ. ധ്യാനത്തിൻ്റെ അവസാന ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, ഈ കൊച്ചൻ അവിടെ വന്നിട്ട് വർത്താനം പറയുന്നുണ്ടപ്പോൾ ട്രസ്റ്റി ഓടി വന്നു എന്നോട് പറഞ്ഞു, അച്ഛാ, ഉദ്ദേശിച്ച പോലെയല്ല ധ്യാനം, ധ്യാനത്തിന് ഒരു പൊട്ടൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ആര്? വിളിച്ചോണ്ട് പോവാ. അന്നേരം ഈ പയ്യനെ വിളിച്ചോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവൻ അനുസരണത്തിൻ്റെ പേരിൽ മിണ്ടാതിരുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ധ്യാനം കൂടുന്ന ഒത്തിരി ആളുകളുണ്ട്, പക്ഷേ അഭിഷേകം നിറയുന്നില്ല. അപ്പം ഈ കായൻ വന്നെന്ത് ചെയ്തു? ബലി അർപ്പിച്ച്. ഹാബേലോ അത് നോൺ വെജാണ്. അവനൊരു ആടിനെ കൊണ്ടിട്ട് ഏറ്റവും കുഴപ്പമുള്ള ഭാഗം എടുത്ത് ബലി അർപ്പിച്ച്. 2 പേരും ബലി അർപ്പിച്ച്. പ്രിയമുള്ളവരെ, ഹാബേലിൻ്റെ ബലി സ്വീകരിച്ചു, കായൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ല. 100 പേര് ധ്യാനം കൂടി. കുറച്ച് പേരുടെ കാര്യങ്ങൾക്കെല്ലാം തീർപ്പും തീരുമാനമായി. അവർ സന്തോഷത്തോടെ തിരികെ പോകുന്നു, കാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും. കുറേ പേർക്ക് എത്ര ധ്യാനം കൂടിയിട്ടും യാതൊരു പ്രയോജനവും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? ചിലരുടെയൊക്കെ ധ്യാനം കൂടൽ ദൈവം സ്വീകരിക്കുന്നുണ്ട്, ചിലരുടേതൊന്നും സ്വീകരിക്കുന്നില്ല. ആരെയാണ് സ്വീകരിക്കുന്നത്? കർത്താവിന് കൂടുതൽ താല്പര്യം ആരെയാണ്? കർത്താവ് നോൺ വെജാണ്, വെജാണ്? എന്താ നിങ്ങളുടെ അഭിപ്രായം? വേദപുസ്തകത്തിൽ എന്നാ പറയുന്നത്? കർത്താവ് കൂടുതൽ താല്പര്യത്തോടെ സ്വീകരിച്ചത് നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണമാണ്. വെജിറ്റേറിയനോട് കർത്താവിന് വലിയ താല്പര്യമില്ല, അങ്ങനെയാണ് അർത്ഥം? അല്ല.
എന്തായാലും ബലി സ്വീകരിച്ചു. ആരുടേത്? കായേൻ്റേത്. അല്ല, ഹാബേലിൻ്റേത്. കായൻ്റെ ബലി സ്വീകരിച്ചില്ല. ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്ന കുറച്ച് കാര്യം, ബലി സ്വീകരിച്ചോ ഇല്ലയോ എന്ന് ഒരു ബലി കഴിഞ്ഞ് എങ്ങനെ മനസ്സിലാക്കുക? എങ്ങനെ മനസ്സിലാക്കും? ഞാനിപ്പോൾ ഒരു കുർബാന ചൊല്ലി, ഈ കുർബാന ദൈവത്തിന് സ്വീകാര്യമായോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും? നിങ്ങളൊരു കുർബാനയിൽ പങ്കെടുത്ത് ഒരു ധ്യാനം കൂടി, ഒരു കൺവെൻഷൻ കൂടി, ഈ കൺവെൻഷൻ കൂടി നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു, സൗണ്ടെല്ലാം പോയി, എല്ലാം നടന്നു, അഭിഷേകമൊക്കെ കിട്ടി, കോരിത്തരിക്കുന്ന പോലെ തോന്നി, എല്ലാ സംഭവമുണ്ട്, ദർശനമൊക്കെ കിട്ടി, മാതാവ് മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. 2 ആഴ്ച കഴിയുമ്പം നമ്മുടെ കേസ് പഴയ പോലെ തന്നെ. എങ്ങനെയാണ് നമ്മുടെ ജീവിത ബലി ദൈവം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അറിയാനുള്ള അടയാളം എന്താണ്? നമ്മളതാണ് തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവാണ് നമ്മളെ അഭിഷേകത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇതങ്ങ് പറയാൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ലക്ഷണം നമുക്ക് നോക്കാം. ഇത് എന്നാൽ കായേനിലും എൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ദൈവം ബലി സ്വീകരിച്ചില്ലെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ദൈവം എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാണ്. മനുഷ്യകുലത്തിൽ ഇന്ന് വരെ ആരെയെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ അവരോടൊക്കെ തമ്പുരാന് ഒരേ മനോഭാവമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ചിലരോട് ചില സ്നേഹം കൂടുതലും, നമ്മളവർക്ക് അന്തോണിയോസ് പുണ്യാളിനോട് സ്നേഹം കൂടുതലും, നമ്മളോട് സ്നേഹക്കുറവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിൽ 2 പിള്ളേരുണ്ട്. ഒരുത്തിന് കാല് മേലാത്ത ചട്ടുള്ള പയ്യൻ, ഒരുത്തിന് നല്ല ആരോഗ്യമുള്ള പയ്യൻ. 2 പേരിങ്ങനെ ഇവിടെ കിടന്ന് കളിക്കുകയാണ്. അങ്ങനെ കളിച്ച് പ്രിയമുള്ളവരെ, ഒരുത്തം വീണ് ഇതാ തൊലിയെല്ലാം പോയി. 2 പേരുടെ അപ്പൻ്റെ അമ്മയുടെ അടുക്ക ചെന്നു. ഇതാ കാല് മേലാത്തവനും കാല് ആകാവുന്ന ഇവർ 2 പേരും കുസ്തി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെല്ലാം പിടിച്ച് അവസാനം ഒരുത്തം വീണ് 2 പേരുടെ ദേഹത്ത് തൊലിയൊക്കെ പോയി. 2 പേരും ചെന്നു. അപ്പനും അമ്മയും ഇങ്ങനൊരു കേസ് വന്നാൽ ആരുടെ പക്ഷത്ത് നിൽക്കും? ആരുടെ പക്ഷത്ത് നിൽക്കും? കാല് മേലാത്തവന്റെ പക്ഷത്ത് നിൽക്കത്തുള്ളൂ. എന്തുകൊണ്ടാ? അവന് അപ്പൻ്റെ അമ്മയുടെയും ഒരു താങ് ആവശ്യമാണ്. അവന് കാലില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ അവന് കിട്ടും. അങ്ങനാണെങ്കിൽ ദൈവം ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ കാണിക്കുന്നത് ഒരു പാപിയും ഒരു വിശുദ്ധനും നിന്നാൽ ആരോടായിരിക്കും കർത്താവ് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്നത്? പാപിയോട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളത്, നമ്മളൊന്ന് ആലോചിച്ചു, ഈ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പം ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നിൽക്കുക, പാപികളുമുണ്ട്, നല്ല വിശുദ്ധന്മാരുമുണ്ട്. കർത്താവ് ആരുടെ പക്ഷത്ത് നിൽക്കും? പാപിയെ വിശുദ്ധനാക്കി ഇവനെ പോലെ പവറുള്ളവനാക്കി തീർക്കാൻ ആവശ്യമായ കൃപകൾ മുഴുവനും കൊടുക്കാൻ പാപിയുടെ പക്ഷത്ത് ഉറപ്പായിട്ടും കർത്താവ് നിൽക്കും. അതുകൊണ്ട് ഒരു പാപി ഒരിക്കലും പാപത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം എന്താണ്? ഞാനൊരു പാപിയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് തമ്പുരാന്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും യോഗ്യത എനിക്കാണ്. അതുകൊണ്ടല്ലേ പാപിനിയായ സ്ത്രീ അവരുടെ കർത്താവ്, ഞാൻ നിന്നെ വിധിക്കത്തില്ല കേട്ടോ, ഇനി പാപവേ ചെയ്യാതിരുന്നാൽ മതി, നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. കണ്ടോ, കർത്താവ് ചേർന്ന് താങ്ങിയപ്പോൾ അവളുടെ ശിക്ഷയും പോയി, എറിയാനുള്ളവരും പോയി, അവൾ സ്വതന്ത്രയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, ഇവിടെ ഒരു പാപി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാപിയുടെ പക്ഷത്ത് കർത്താവ് നിൽക്കും. അതിനല്ലേ ക്രിസ്തു കാൽവറി ക്രൂശിൽ ബലിയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കായൻ എന്താ ഇപ്പോഴത്തെ പ്രശ്നം? പാപിയായതാണോ കായന്റെ പ്രശ്നം? അല്ല. കായന്റെ പ്രശ്നം അവന്റെ മേൽ പാപമുണ്ടെന്നുള്ളതല്ല പ്രശ്നം. പിന്നെന്താ അവന്റെ പ്രശ്നം? പ്രിയമുള്ളവരെ, 2 പേരും പ്രാർത്ഥിക്കാൻ പോയി, ബലി അർപ്പിക്കാൻ പോയി. ബലി കഴിഞ്ഞ് 2 പേരും പുറത്തു വന്നു. എന്നിട്ട് ഒരു വാക്കവിടെ എഴുതിയിട്ടുണ്ട്, കായേനിൽ ദൈവം പ്രസാദിച്ചില്ല. എന്തൊക്കെയായിരുന്നു അടയാളം? ഒന്നാമത്തെ അടയാളം, ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. പ്രിയമുള്ളവരെ, ബലി കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് കായേന്റെ മുഖത്ത് ആദ്യം ഉണ്ടാകുന്നത് കോപാണ്. ഒരു ധ്യാനം കൂടി കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന വികാരം വിപരീത വികാരമാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ധ്യാനം ഏറ്റെന്നാണോ ധ്യാനം പൊളിഞ്ഞെന്നാണോ?
ആ വ്യക്തിയെ സംബന്ധിച്ച് ധ്യാനം പൊളിഞ്ഞു. ആരുടെ കുഴപ്പം കൊണ്ടാ? ധ്യാനം നടത്തിയ അച്ഛൻ്റെ കുഴപ്പമാണോ? ധ്യാന കേന്ദ്രത്തിൻ്റെ അഭിഷേകക്കുറവാണോ? അതോ ധ്യാനം കൂടിയ വ്യക്തിയുടെ പ്രശ്നമാണോ? കൂടിയ വ്യക്തിയുടെ പ്രശ്നം. അയാൾ അത്യധികം കോപിച്ചു. എന്തുകൊണ്ട് ഈ കോപം ഉണ്ടാകുന്നത്? ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം, ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യക്തികൾ, ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവം. ഉദാഹരണത്തിന് ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും കോപിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണെന്നറിയോ? ധ്യാന കേന്ദ്രത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവം, ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം, ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില പ്രവർത്തികൾ, വ്യക്തികളായിരിക്കില്ല ചില പ്രവർത്തികൾ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കോപിക്കും. അപ്പൊ കായൻ എന്താ പ്രശ്നം? കായന്റെ ഏറ്റവും വലിയ പ്രശ്നം, ബലി കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ടും കായന്റെ ചുറ്റുപാടുകളിൽ ദൈവം സൃഷ്ടിച്ച് കായേന് കൊടുത്ത സാഹചര്യങ്ങളെയും വ്യക്തികളെയും അതുപോലെ സംഭവങ്ങളെയും ഒന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഈ ബലി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കായനുണ്ടായില്ല. അതാ പ്രശ്നം. നമ്മുടെയൊക്കെ ധ്യാനത്തിനുള്ള പ്രശ്നം ഇതാണ്. ധ്യാനം കൂടി പുറത്തിറങ്ങിയാലുള്ള പ്രശ്നം ഇതാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഈ ധ്യാനം കൂടി പുറത്തിറങ്ങുന്നതോടുകൂടി നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മുടെ മിത്രങ്ങളാവും. നമുക്ക് കടം മേടിച്ചോണ്ട് പോയവരൊക്കെ തിരിച്ചുകൊണ്ട് തരും. അമ്മായിയമ്മ ഈ അഭിഷേകം നമ്മൾ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിശാച് ബന്ധന പ്രാർത്ഥന നടത്തുന്ന സമയത്ത് അമ്മായിയമ്മയുടെ ദേഹത്തിരിക്കുന്ന പിശാച് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യും? അമ്മായിമ്മ വന്നേച്ച് നമ്മളോട് പറയും, എന്താണ്? എടി മോളെ, നിന്നോട് ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ നമ്മൾ പറയും. അന്തോണിയോസ് പുണ്യാളൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിച്ചതാണ് ധ്യാനത്തിനിടക്ക്. എനിക്കറിയായിരുന്നു അമ്മച്ചിയുടെ പിശാച് ഇറങ്ങിപ്പോകും. ഇത് പ്രതീക്ഷിച്ചാണ് പലരും ധ്യാനത്തിൽ വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ബലികളും പ്രാർത്ഥനകളും ദൈവം സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോ ഉണ്ടാകുന്നോ? ഓർക്കുക, നിന്റെ ബലി ഇവിടെ സ്വീകരിക്കപ്പെട്ടു. ആ തരത്തിലേക്ക് നിന്റെ മാനസികാവസ്ഥ ഉയർന്നു എന്നതിൻ്റെ അടയാളമാണ്. ദൈവത്തിന് നീ അവസരം കൊടുത്തു, ദൈവത്തിന് നീ അനുവാദം കൊടുത്തു നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ, നിന്നെ കുളിപ്പിക്കാൻ, നിന്നെ അഭിഷേകം ചെയ്യാൻ, നിന്നിലൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് നീ വാതിൽ തുറന്നു കൊടുത്തു എന്നതിന്റെ അടയാളമാണ്. നീ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിന്റെ ചുറ്റുപാടുകളെയും നിന്റെ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ നിന്റെ മനസ്സ് ഇതാ സൗഖ്യപ്പെടുന്നത്. ധ്യാനം കൂടിയിട്ടും കോപം മാറാത്ത അനേകം പേര് ഇപ്പൊ കുമ്പസാരിക്കുന്ന അച്ഛന്മാരുടെ ഒക്കെ ഇടയിൽ എപ്പോഴും പറയാൻ സാധ്യതയുള്ള ഒരു പാപം ഇതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കുമ്പസാരത്തിലും ഒറ്റ കാര്യം പ്രത്യേകം പറയാറുണ്ട്, പ്രത്യേകം കോപിക്കാറുണ്ട്. ഇത് മാറാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ എന്തോരം പ്രാർത്ഥിച്ച് കാണും. അച്ഛൻ മാത്രമല്ല, പ്രിയമുള്ളവരെ, തൂത്തുട്ടി ചാപ്പലിലുള്ള എൻ്റെ ഡയസിസിലുള്ള പലരും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ, നല്ലൊരു തിരുമേനിയ, ഒരു കുഴപ്പമില്ല, നല്ല പിതാവാണ്, പക്ഷേ ഇങ്ങാരുടെ ഈ കോപം ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് അവർ പറയും, ദൈവമേ, ഒരു മാറ്റവും ഇല്ലല്ലോ, പിന്നെ അങ്ങനെയാണല്ലോ. സത്യത്തിൽ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് കോപിക്കാം, പക്ഷേ പാപാകരുത്. കോപിക്കാം, പക്ഷേ പാപാകരുത്. അപ്പോ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നീ അത് പറയുകയൊക്കെ ചെയ്യാം, പക്ഷേ അത് മാരകമായൊരു പാപത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ, അതൊരു മുറിവിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കട്ടെ, അതൊരു കൊലപാതകത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ. സൂര്യാസ്തമയത്തിന് മുമ്പേ അതൊക്കെ അലിഞ്ഞങ്ങ് പോകട്ടെ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ബലിക്ക് ശേഷവും പ്രാർത്ഥനയ്ക്ക് ശേഷവും നിങ്ങളുടെ ജീവിതത്തിലെ വിപരീത വികാരങ്ങൾ അടങ്ങുന്നില്ലെങ്കിൽ ഓർത്തോണം, ആ ബലി കൊണ്ട്, ആ പ്രാർത്ഥന കൊണ്ട്, ആ ധ്യാനം കൊണ്ട്, ആ ഉപവാസം കൊണ്ട് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അതാ കാര്യം. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്താ പ്രിയമുള്ളവരെ? അവന്റെ മുഖം കറുത്തു. കായന്റെ അടുത്ത പ്രത്യേകത, കുർബാന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി, ധ്യാനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി, അവന്റെ മുഖം കറുത്തു. കാരണം എന്താ? അയലോക്കത്തെ വീട്ടിൽ രണ്ടുപേരും ഒന്നിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്, പക്ഷേ അവനിതാ ഒരു ബെൻസ് കാർ പഠിച്ചു. നമ്മുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് കറുത്ത്, നമുക്ക് അങ്ങോട്ട് സങ്കടമായി. എന്താന്നറിഞ്ഞുകൂടാ, നമ്മൾ അസ്വസ്ഥയായി തീർന്നു.
കാരണം എന്താ? അയലോക്കത്തെ ആള് ബെൻസ് മേടിച്ചതാണ് നമ്മുടെ പ്രശ്നം അല്ല. എന്നാലും എൻ്റെ മുമ്പിൽ കൂടിയല്ലേ അവൻ കാർ ഓടിച്ചുകൊണ്ട് പോയത്. അന്നേരം ഒരു ഓണടി, ആ ഓണടിയുടെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ പറയുക, പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെ മനസ്സ് വിപരീത വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാ വിപരീത വികാരം? ദുഃഖം, ദേഷ്യം, വെറുപ്പ്, നിരാശ, ഉത്കണ്ഠ, ആകുലത, ഭയം. കായന് ടെൻഷനായി. ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എനിക്കൊരു റിസൾട്ടും കിട്ടിയില്ല. അവൻ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഓ, എന്നാണ്ട് പ്രശ്നം? കായനെ എന്നാണ്ടോ സുഖമായിട്ടിരിക്കുന്നു. അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന അവന് ഭയങ്കര സ്വാതന്ത്ര്യം. ഇനി എനിക്കൊന്നും ഇല്ലേലും വേണ്ടില്ല, ആടോ മാടോ എല്ലാം പൊക്കോട്ടെ, എനിക്കൊരു പ്രശ്നവും ഇല്ല. കായൻ ഭയങ്കര സന്തോഷവാൻ, അല്ല ഹാബേൽ ഭയങ്കര സന്തോഷവാൻ. കായേനെ ഇത് അത്യധികം അങ്ങോട്ട് കോപിച്ച് അവൻ്റെ മുഖം കൊണ്ട് കറുത്തു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അവൻ്റെ ഹൃദയത്തിലെ വിപരീത വികാരങ്ങളെല്ലാം ഇളകി. ആ മനസ്സിലെ വിപരീത വികാരങ്ങളെ മാറ്റാൻ ആ പ്രാർത്ഥനയ്ക്കോ ബലിക്കോ സാധിച്ചില്ല. പിന്നെന്തിനാ നമ്മൾ ബലിക്ക് പോകുന്നത്? നമ്മുടെ ജീവിതത്തിലെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ആ ബലിപീഠത്തിൽ കൊടുക്കാൻ, സ്വീകരിക്കാൻ തയ്യാറുള്ള ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ, കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തം വാർന്നൊലിച്ച് ഇതാ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ വെറുപ്പിനെയും വിദ്വേഷത്തെയും വൈരാഗ്യത്തെയൊക്കെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നീതാ എന്ന് പറഞ്ഞ് കൈനീട്ടിൽ നിൽക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പോകാൻ നമ്മളെ കൊണ്ടാവുന്നില്ലെങ്കിൽ പിന്നെന്തിന് നമുക്ക് ഒരു പാപപരിഹാര ബലി? പിന്നെ നമുക്ക് എന്തിനൊരു കാൽവറി? പ്രിയമുള്ളവരെ, ഇന്ന് കാൽവറിയെയും കാൽവറിയിലൂടെ ദൈവം നൽകുന്ന രക്ഷയെയും നാം അറിയാതെ, ക്രൈസ്തവരായ നമ്മൾ നാം അറിയാതെ അവഗണിക്കുന്നു. ക്രിസ്തുവിന്റെ നൊമ്പരം അതാണ്. ക്രിസ്തുവിന്റെ നൊമ്പരം അതാണ് പ്രിയമുള്ളവർ.